Hi friends. So okay, okay. So here we go. This is reported speech or indirect speech. Now നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് എഴുതിയിട്ട് ഏതാണ്ടൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സെൻറ്റൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. യെസ്, ഇംഗ്ലീഷിൽ 4 തരം സെൻറ്റൻസുകളുണ്ട്. ഒന്നാമത്തെയാണ് ഡിക്ലറേറ്റീവ്. അതായത് സാധാരണ നമ്മൾ പറയുന്ന സെൻറ്റൻസ്, അതായത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ ഇറ്റ് ഈസ് റെയിനിങ്, ദേ ആർ ഗോയിങ്, വി ആർ ഗോയിങ് ഔട്ട്, ദേ ആർ ഈറ്റിംഗ്, ഷീ ഈസ് പ്ലേയിങ്, ദേ ആർ പ്ലേയിങ് കാർഡ്സ്, ദേ ആർ റണ്ണിങ്, വി ഹാവ് ഡൺ അവർ വർക്ക്. ഇങ്ങനെ സാധാരണ പറയുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത്. സിംപിളി നേരെ വാ. അതായത് സബ്ജക്റ്റ് ആദ്യം, വെർബ് പിന്നെ രണ്ടാമത്, പിന്നെ ഓബ്ജക്റ്റ്, ഇങ്ങനെ വരുന്ന സെൻറ്റൻസുകളാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ചിലതൊക്കെ അതിനെ സ്റ്റേറ്റ്മെൻ്റ് എന്നും പറയും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസിനകത്തുള്ളൂ. ക്വസ്റ്റ്യൻസ് 2 തരത്തിലുണ്ട്. ഇവിടെ കാണാം. ആദ്യത്തെ ഡിക്ലറേറ്റീവ് ആണ്, ഉണ്ടല്ലേ, ഇറ്റ് ഈസ് റെയിനിങ്, അങ്ങനത്തെ സെൻറ്റൻസുകൾ. ഇനി രണ്ടാമത്തെയാണ് ഇൻറ്ററോഗേറ്റീവ്സ് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻസ് തന്നെ 2 തരത്തിലുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഓക്സിലറി ക്വസ്റ്റ്യൻസ്. ഓക്സിലറി വെർബോട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. അതാണ് ആർ യു സ്ലീപ്പിംഗ്, ആർ യു ഈറ്റിംഗ്, ആർ യു പ്ലേയിങ്, ആർ യു സ്റ്റഡിങ്, ഇങ്ങനെയല്ലേ. ഹാസ് ഹി ഡൺ ഇറ്റ്, ഡസ് ഹി ഗോ ദേർ, ഇങ്ങനത്തെ. അപ്പോൾ ഈസ്, ആം, ഓർ, വാസ്, വെയർ, അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ്, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ്, അല്ലെങ്കിൽ വിൽ, ഇതൊക്കെ ഷാൽ, ഇതെല്ലാം കൂട്ടി തുടങ്ങുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പറയുന്നത്. എന്തുകൊണ്ടാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? കാരണം അതിൻ്റെ ഉത്തരം ഒന്നിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. രണ്ടാമത്തെ നമ്മുടെ ഡിവിഷൻ, അതായത് ക്വസ്റ്റ്യൻസിലെ അല്ലെങ്കിൽ ഇൻ്റർഗേറ്റീവ്സിനകത്ത് നമ്മൾ രണ്ടാമത് പറയുന്നതാണ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ എപ്പോഴും തുടങ്ങുന്നത് ഒരു WH വാക്കോടുകൂടി ആയിരിക്കും. വാട്ട് ആർ യു ഡൂയിങ്, വേർ ആർ യു ഗോയിങ്, ഹൗ ആർ യു വർക്കിംഗ്, who are you, whose book is this, whom are you talking, and then you have got how far is it Delhi from here, how often do you go for films, and then how much money do you have, how many books do you read. So these are the things, WH questions. Okay, which is better, this or that. Okay, which book should I read. So these are the WH questions. Means WH word or a question by question. അപ്പം ഇൻ്റർഗേറ്റീവ്സ് 2 തരത്തിലുണ്ട്. ഒന്നാമത്തെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഓക്സിലറി ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെയാണ് WH ക്വസ്റ്റ്യൻസ്, അതായത് WH വാക്കോടുകൂടി തുടങ്ങുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് സെൻറ്റൻസ് ആണ് ഇംപെരേറ്റീവ്സ്. ഇംപെരേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ, അല്ലെ റിക്വസ്റ്റ്, അല്ലെ പ്രെയർ, ഇതിനൊക്കെ നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ഉദാഹരണം സ്റ്റാൻഡ് അറ്റ് ഈസ്, അതൊരു ഓർഡർ അല്ലേ. പ്ലീസ് ഗോ ഔട്ട്, പ്ലീസ് കം ഇൻ, ഓർ ജസ്റ്റ് കം ഇൻ, സിറ്റ് ഡൗൺ, ഇങ്ങനെ. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സബ്ജക്റ്റ് കൃത്യമായിട്ട് അവിടെ ഒന്നും കാണില്ല. സബ്ജക്റ്റ് യു ആയിരിക്കും, യു സിറ്റ് ഡൗൺ, അങ്ങനെയല്ലേ പറഞ്ഞത്. ഇമ്പറേറ്റീവ് കമാൻഡ് എന്നൊക്കെ, കമാൻഡ്സ് ഫോർ എക്സാമ്പിൾ, കമാൻഡ്സ്, ഓർഡേഴ്സ്, പ്രേയേഴ്സ്, റിക്വസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഡിക്ലറേറ്റീവ്, രണ്ടാമത്തെ ഇൻ്റർഗേറ്റീവിൽ 2 തിരിച്ചിട്ടുണ്ട്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, മറ്റേ WH ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെയാണ് ഇമ്പറേറ്റീവ്സ്. നാലാമത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫേസ് യു ഹാവ്, ഓർ വാട്ട് എ ഹെവി റെയിൻ, how wonderful you are, ഇങ്ങനെയൊക്കെ പറയല്ലേ, how wonderful you are. അതവിടെ ഒരു ആശ്ചര്യം, എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം കാണിക്കുന്ന കാര്യമാണ്, അല്ലേ. മറ്റേത് കമാൻഡ്സ്, അത് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളോട് ഇരിക്കാൻ പറയുക, നിൽക്കാൻ പറയുക, വരാൻ പറയുക, പോകാൻ പറയുക, ഇതൊക്കെയാണ്. അങ്ങനെ പോ, വാ, ഇതൊക്കെയാണ്. അതാണ് ഇമ്പറേറ്റീവ്സ്. അതാണ് മറ്റേ അത്ഭുതം, ആശ്ചര്യം ഒക്കെ കാണിക്കുന്നത്. അയ്യോ, ഗോഡ് ഹെൽപ്പ് മീ, ഇങ്ങനെയൊക്കെ പറയരുത്. അതാണ് അയ്യോ, ഐ ആം അണ്ടൺ, ഞാൻ നശിച്ചു പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഓ വാട്ട് എ ഹെവി റെയിൻ, ഓർ വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ,
വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്നൊക്കെ പറയുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ആശ്ചര്യം കാണിക്കുന്നതിനാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ലെ എക്സ്ക്ലമേഷൻസ് എന്ന് പറയുന്നത്. അപ്പം സെൻറ്റൻസ് 4. 1 ഡിക്ലറേറ്റീവ്, 2 ഇൻ്ററഗേറ്റീവ്, 3 ഇംപെറേറ്റീവ്, 4 എക്സ്ക്ലമേഷൻസ്. അപ്പം ഈ ഇൻ്ററഗേറ്റീവ് വരുമ്പോൾ സൂക്ഷിക്കണം. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് അറിയോ? എന്തിനാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് കയറി ഇത് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? റിപ്പോർട്ടർ സ്പീച്ചാണ്. റിപ്പോർട്ടർ സ്പീച്ചിനകത്ത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ജനറലായിട്ടൊക്കെ പറഞ്ഞു, ദാറ്റ് വേണം, കോമ എടുത്ത് കളയണം, ഇൻവെർട്ടർ കോമ എടുത്ത് കളയണം അല്ലേ. പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ ചേഞ്ച് ഓഫ് ടെൻസ് പറഞ്ഞു. എല്ലാ പ്രസൻറ്റ് ടെൻസുകളും തത്തുല്യമായ പാസ്റ്റ് ടെൻസ് ആവും. വില്ല് വുഡാവും, ക്യാൻ കുഡാവും, മൈറ്റ് ആവും അല്ലേ. മിക്ക സമയത്തും പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും, പക്ഷേ ചില സമയത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു ചേഞ്ച് ഓഫ് പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ I, you, we, they, them ആൻഡ് പ്രൊനൗൺസ് ഉണ്ട്. ഇതെല്ലാം തേർഡ് പേഴ്സൺ ആവും. He said I am okay. He said that he was okay. അതാണ് ടെൻസ് മാറുക എന്നുള്ളത്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, നാലാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത്? ചേഞ്ച് ഓഫ് അഡ്വേർബ്സ്. അതായത് അടുപ്പത്തെ കാണിക്കുന്ന വാക്കുകളെല്ലാം അകലത്തെ കാണിക്കുന്നതാവും. ഹിയർ എന്നുള്ളത് ദേറാവും, നൗ എന്നുള്ളത് ദെന്നാവും അല്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ലേ? ഹിയർ ദേർ, ഹിതർ എന്നുള്ളത് തിഥർന്നാവും. പഴയ വാക്കുകളാണ്, ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. പക്ഷെ അങ്ങനെ മാറ്റങ്ങൾ വരും. മനസ്സിലായോ? അതായത് അടുപ്പത്തെ കാണിക്കുന്ന വാക്കുകളെല്ലാം അകലത്തെ കാണിക്കുന്നതാവും. He said I am working now. He said that he was working then. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഡിസ്റ്റിങ് എന്താണെന്നാണ്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ചോദിച്ചാൽ, ഓരോ സെൻറ്റൻസിനെയും റിപ്പോർട്ടർ സ്പീച്ച് ആക്കുന്നത് ഓരോ തരത്തിലാണ്. ഈ പറഞ്ഞ ജനറൽ കാര്യങ്ങളെല്ലാം ഇതിന് ആപ്ലിക്കബിളാണ്. ജനറൽ കാര്യങ്ങളൊക്കെ ഇതിൽ വേണം. അത് കോമ എടുത്ത് കളയണം, ഇൻവെർട്ടർ കോമ എടുത്ത് കളയണം. പിന്നെ നമ്മുടെ ദാറ്റ് ചേർക്കണം. ആ ദാറ്റ് ചെറിയ രീതിയിൽ മാറ്റമൊക്കെ വരും, അത് പിന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. ടെൻസ് മാറണം, പേഴ്സൺ മാറണം, അഡ്വേർബ്സ് മാറണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓരോ സെൻറ്റൻസും എടുത്ത് ഈ ടൈപ്പ് ഇത് പ്രത്യേകത ഈ തരമുണ്ടല്ലോ സെൻറ്റൻസിൻ്റെ ഈ വിവിധ തരങ്ങൾ. ഇപ്പോൾ ഓരോ സെൻറ്റൻസിനും ഓരോ തരത്തിലുള്ള സെൻറ്റൻസിനെയും റിപ്പോർട്ടർ സ്പീച്ച് ആക്കുന്നതിന് ഓരോ രീതിയുണ്ട്. ആ രീതി പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെൻറ്റൻസിൻ്റെ തരങ്ങളെ പറ്റി പറയുന്നത്. തരങ്ങൾ എത്ര തരം സെൻറ്റൻസ് ഇംഗ്ലീഷിലാണെന്ന് ചോദിച്ചാൽ 4 തരം സെൻറ്റൻസ്. ഒന്ന് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണയായി കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. രണ്ടാമത്താണ് ചോദ്യങ്ങൾ. മൂന്നാമത്താണ് കമാൻഡുകൾ, ഉത്തരവ്. നാലാമത്താണ് ആശ്ചര്യങ്ങൾ. ഓരോന്നും ഓരോ രീതിയിലാണ് ഇൻഡയറക്ഷനിലേക്ക് മാറ്റുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ബൈ. ഇപ്പോൾ ഈ ജോയിൻ ബട്ടണുണ്ട്, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാമെന്നാണ് നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, ബൈ.